ഒന്ന് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതായിട്ടുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധി ആണ് ഈ ഭീഷണിക്ക് അല്ലെങ്കിൽ കൊല വിളിക്ക് എന്താണ് അദ്ദേഹത്തിനെതിരാണ് ഉണ്ടായത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വീട്ടിൽ കിടന്ന് വാർദ്ധക്യത്താലല്ല മരിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ, പിതാവിൻ്റെ അമ്മ വീട്ടിൽ കിടന്ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലല്ല മരിച്ചത്. അമ്മൂമ്മക്ക് വെടിയേറ്റാണ് മരിച്ചത്. അച്ഛൻ ബോംബ് പൊട്ടിയാണ് മരിച്ചത്. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അങ്ങ് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയമായിട്ട് എതിർപ്പുകളൊക്കെ ഉണ്ടാകും പല രാഷ്ട്രീയ പക്ഷത്തു നിന്നും, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന ഏറ്റവും ലവബിളായിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ സ്നേഹം വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെ ആളുകൾ അവരെ കൊലപാതകം നടത്തുകയാണ് ചെയ്തതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രമാത്രം സ്നേഹിക്കപ്പെടുന്നൊരു മനുഷ്യനെക്കുറിച്ച് ഒരു വാർത്താ മാധ്യമത്തിൻ്റെ വേദിയിലിരുന്നിട്ട് ഇങ്ങനെയൊരു വർത്തമാനം പറയുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്നതിൽ ഏറ്റവും മോശം സ്ഥലമാണത്. അത് ഞാനവിടെ നേരത്തെ പറയാൻ വിട്ടുപോയ നേതാവ്, കോൺഗ്രസ് നേതാവ്, ഞാനത് കണ്ടപ്പോൾ റോണി കെ ബേബി എന്ന പേരാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരതാണെന്നാണ്. ഞാനധികം ചർച്ചകളിൽ പരിചയം ഉള്ള ആളല്ല. പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഇദ്ദേഹം ഇത് പറഞ്ഞ് ഈ വെടിയുണ്ടകൾ വീഴും എന്ന് പറഞ്ഞതും അദ്ദേഹം അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഹർഷൻ പറഞ്ഞതുപോലെ ആ പ്രതികരണത്തിൻ്റെ ഊർജ്ജസ്വലത, സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ആ പ്രതികരണത്തിൻ്റെ ഷാർപ്നെസ് ഒന്നും ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കാര്യങ്ങളിൽ കണ്ടില്ല. അത് ഈ സമീപകാലത്ത് കോൺഗ്രസ്സിന് വളരെ 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 പതുക്കെയാണ് എല്ലാ പ്രതികരണങ്ങളും. ഗാസയിൽ സമാധാന കരാറുണ്ടാക്കി നെതന്യാഹുവും ഇതും ട്രംപും ഒക്കെ ചേർന്നിട്ട്, അതാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ഇന്നോ നാളെയോ എന്ന് തോന്നുന്നു കോൺഗ്രസോടെ പരിപാടി നടത്താൻ പോകുന്നത് നാളെയാണ്. ഞാൻ പറയുന്നത് ഇത്രയും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ വന്നപ്പോഴും പ്രധാനപ്പെട്ട തോതിൽ അതിൻ്റെ ഗൗരവം കണ്ടിട്ട് പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നൊരു ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ ഇത്തരം ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വന്ന് പ്രതികരിക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെതിരായിട്ട് എനിക്കുള്ള വിമർശം. എനിക്ക് ഇടതുപക്ഷത്തിനെതിരായിട്ട്, സർക്കാരിനെതിരായിട്ട് നല്ല വിമർശനമുണ്ട്. ഈ അറസ്റ്റൊക്കെ ഉണ്ടായെങ്കിലും സഭയിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സ്പീക്കർ അതിനെ കുറച്ച് കണ്ടത് ശരിയായില്ല എന്ന അഭിപ്രായം എനിക്കും തോന്നി. പക്ഷേ അത് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്താൽ, അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും നാൾ അടിയന്തര പ്രമേയത്തിന് വാരിക്കോരി സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇത് കൊടുത്താൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള മഹത്വചനങ്ങളാണല്ലോ അവിടെ എല്ലാവരും പറയേണ്ടി വരിക. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടത് വേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയായില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്.